നമസ്തേ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനു. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല ശിവഗിരിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീഡിയോ ഫസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രിവാൻഡ്രത്തെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമായ വർക്കല പാപനാശത്തിലേക്ക്. നമുക്ക് എന്തായാലും അപ്പോൾ വർക്കല പാപനാശത്തിലേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. ഓക്കെ അല്ലേ? വർക്കല ബീച്ചിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ് സർവീസ് ബീച്ചിനടുത്ത് ജനാർദ്ദന സ്വാമി ക്ഷേത്രം വരെയുണ്ട്. അവിടെ നിന്നും മെയിൻ ബീച്ചിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. വർക്കല ബീച്ചിലേക്ക് തിരിയുന്ന സ്ഥലത്ത് ഏകദേശം 2000 വർഷം പഴക്കമുള്ള വിഷ്ണു ക്ഷേത്രം റോഡിന് ഇടതുവശത്തായും വലതുവശത്തായി എൻ്റെ ക്ഷേത്രക്കുളവുമുണ്ട്. നവംബർ മുതൽ മെയ് മാസം വരെയാണ് വർക്കലയിലെ സീസൺ സമയം. ഹെൽത്ത് ടൂറിസത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് വർക്കല. ഗവൺമെൻറ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ക്ലിപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർക്കല ബീച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറിനേഴ്സിൻ്റെയും ലോക്കൽസിൻ്റെയും വർഗീസ് തന്നെ ഹോസ്റ്റലിൽ തുടങ്ങി റിസോർട്ടിൽ വരെ നീണ്ടു കിടക്കുന്ന താമസ സൗകര്യം. വർക്കല ബീച്ചിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ പാപങ്ങളെല്ലാം പോകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് പാപനാശം എന്ന പേര് വന്നത് തന്നെ. ബലിതർപ്പണത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് വർക്കല പാപനാശം ബീച്ച്. വർക്കലയിൽ നിരവധി ബീച്ചുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബലിതർപ്പണത്തിനായിട്ടുള്ള സ്ഥലം, പിന്നെ ഹിൽപ്പാടിന് സമീപമുള്ള മെയിൻ ബീച്ച്, അവിടെ നിന്ന് നോർത്ത് സൈഡ് പോകുമ്പോൾ ബ്ലാക്ക് സാൻഡ് ബീച്ച്, പിന്നെ സൗത്ത് സൈഡ് ബീച്ച്. മറ്റുള്ള ബീച്ചുകളെ അപേക്ഷിച്ച് സൗത്ത് സൈഡ് ബീച്ചാണ് കൂടുതൽ കാണാൻ നല്ലത്. കാരണം കടലിലേക്ക് വീണ് കിടക്കുന്ന മൺകുന്നുകളും അതിനിടയിൽ ചെറിയ കണ്ടൽക്കാടുകളും സൗത്ത് സൈഡ് ബീച്ചിൽ കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും അതിശയകരമായ ക്ലിഫ് സൈഡ് ബീച്ചുകളിൽ ഒന്നാണ് വർക്കല പാപനാശം ബീച്ച്. മറ്റൊരു പ്രത്യേകത ക്ലിഫിൽ നിന്നും ഉത്ഭവിക്കുന്ന നീരുറവ. അതിന് പ്രത്യേക ഔഷധ മൂല്യം കൂടിയുണ്ട്. കന്യാകുമാരി കഴിഞ്ഞാൽ അസ്തമയം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് വർക്കല ബീച്ച്. വർക്കല ഹെലിപ്പാഡിൽ നിന്നും വടക്കോട്ട് നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഏതോ ഒരു ഫോറിൻ രാജ്യത്ത് നിൽക്കുന്ന ഒരു ഫീൽ.
പാതയോരത്തിന് ഒരു സൈഡിന് ക്ലിഫിനോട് ചേർന്ന് നടക്കുന്ന അറബിക്കടൽ, അടുത്ത സൈഡിന് സീ ഫീസ് ചെയ്ത് നിൽക്കുന്ന റെസ്റ്റോറൻറ്റ്സിൻ്റെയും ഷോപ്സിൻ്റെയും ഹോട്ടൽസിൻ്റെയും ഒരു നീണ്ട തിര തന്നെ നമുക്ക് കാണാം. റെസ്റ്റോറൻറ്റുകൾ എല്ലാം തന്നെ ഓപ്പൺ ടൈപ്പാണ്. അതിൽ ഡൗൺ സ്റ്റെയറും അപ്പ് സ്റ്റെയറും ഉണ്ട്. ക്ലിഫിൽ സീ ഫേസ് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടുത്തെ ക്ലിഫിൽ നോർത്ത് സൈഡിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ സൗത്ത് സൈഡ് മെയിൻ ബീച്ചായി. നേരെ പോകണമെന്നുണ്ടെങ്കിൽ സൗത്ത് സൈഡ് മെയിൻ ബീച്ചായി. അപ്പോൾ ഇവിടേക്കും ഏകദേശം കുറേ ഷോപ്സൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ ടെക്സ്റ്റൈൽസ്, അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ ട്രിവാൻഡ്രത്ത് ഏറ്റവും പറ്റിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കലയേ ഉള്ളൂ. വർക്കല കഴിഞ്ഞ് വേറൊരു സ്ഥലമില്ല. അപ്പോൾ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും വരണം. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം. നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊരു ബിയറോ എന്തെങ്കിലും ഫാമിലി സഹിതം ഒരു ഫുഡ് കഴിക്കുന്നൊരു ഇതൊരു ഫീലിംഗാണ്. ഈ കടൽക്കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ്. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലേ മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങളെപ്പോഴെന്നെങ്കിലും ട്രിവാൻഡ്രത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന് നൈറ്റ് പകലിവിടെ വന്നിട്ട് ബീച്ചിലേക്ക് വന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നൈറ്റ് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ക്ലിഫിൽ വന്ന് ഇവിടെ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറുക, അതൊരു ഫിഷൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുക. ഓക്കെ.